Hello friends, welcome to Tanny's vlog once again. നമ്മളവിടെ പോവാണ്. ആരോടാണ്? എന്നടാ എവിടേക്ക്? അപ്പൂന്റെ എവിടെ? ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂർ ആരല്ലേ? അവിടെ ആരാ ഉള്ളത്? അവരുടെ ഹൗസ് വാമിങ്ങിന് പോവാണ് നമ്മളല്ലേ? പുതിയ വീട് കൂടലിന് പോവാ അല്ലേ? ഫ്ലാറ്റില്. ഓക്കെ, ഇതാരാ ഇത് പുറകിരിക്കണേ? സെറ്ററൊക്കെ ഇട്ടിട്ട് അപ്പാണോ? ജോഷിനെ കണ്ടില്ല. ജോച്ചിമ്മയുടെ ജോച്ചിമ്മയുടെ ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിന് ബാംഗ്ലൂർ എത്തിയതാണ്. അവൻ അവിടെ പുതിയതായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലാറ്റ് വാമിങ്ങിനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. എൽദോയിൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം, എൻ്റെ ബ്രദറാണ് എൽദോ, അവൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്കാണ് ഞങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. സ്വന്തമായൊരു വീട്, അതെല്ലാവരുടെയും ഒരു സ്വപ്നമല്ലേ? അത് എൻ്റെ ബ്രദറിന് സാധിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ. അപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലാറ്റ് കാണാൻ വന്നാലോ? എല്ലാവരും വായോ. രാവിലെ എല്ലാവരും കുളിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച് പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും എല്ലാ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവയ്ക്കണം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം റെഡിയാക്കി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് എൽദോയുടെ വൈഫ് ജോമിഷ. എൽദോയ്ക്കും ജോമിഷയ്ക്കും ഒരു മോനാണുള്ളത്, ബേസിൽ. ഇതാണ് എൽദോയുടെ ബാംഗ്ലൂരുള്ള പുതിയ ഫ്ലാറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് വന്നാലോ? രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും വർക്ക് ഏരിയയും എല്ലാം കൂടി നല്ല മനോഹരമായൊരു ഫ്ലാറ്റാണ് അവരുടേത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അതിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതെല്ലാം നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജോമിഷയുടെ കോ പൈലറ്റ് വെച്ച് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. എല്ലാം പക്ഷേ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു.
ഉച്ചയായപ്പോഴത്തേക്കും വീട് കൂദാശ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് അച്ഛന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടെ വീടിൻ്റെ കൂദാശ ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റം പാല് കാച്ചൽ ചടങ്ങ്. അങ്ങനെ പാല് കാച്ചൽ ചടങ്ങും കഴിഞ്ഞു. അന്ന് നടന്ന ഓരോ കാര്യങ്ങളും ഒരു ചെറിയ ഗ്ലിംസ് ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുകയാണ്. പാല് കാച്ചി എല്ലാവർക്കും പാല് കൊടുത്തു, പിന്നെ ജ്യൂസ് കൊടുത്തു. ഉച്ചയായപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. മെയിൻ ഇവൻ്റ് ഈവനിങ്ങിലേക്കായിരുന്നു വെച്ചിരുന്നത്. അത് നമ്മളുടെ ഫ്ലാറ്റിൻ്റെ താഴെ ബേസ്മെൻറ്റിലായിരുന്നു നടന്നിരുന്നത്. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഇത് ജോമിഷയുടെ ബ്രദറാണ് എൽദോ. രണ്ടും എൽദോയാണ്. ജോമിഷയുടെ ഹസ്ബൻഡും എൽദോ, ജോമിഷയുടെ ബ്രദറും എൽദോ. എൻ്റെ ബ്രദറിൻ്റെ പേരും എൽദോ എന്നാണ്. അങ്ങനെ ജോമിഷയുടെ ലൈഫിൽ രണ്ട് എൽദോസ് ആണുള്ളത്. ഇതാണ് ലെനീഷ് മാമൻ. അവൻ ഒരു ഗ്ലാസ് പാല് പോരാ, 2 ഗ്ലാസ് വേണമെന്നും പറഞ്ഞ് ഒഴിച്ച് കുടിക്കുകയാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഏലിയാസ്. എനിക്ക് 2 ബ്രദേഴ്സാണ്. അത് ഇത് അബിയുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അബിയും ബാംഗ്ലൂർ ഒരു വീട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൗസ് വാമിങ് വീഡിയോയിൽ ഞങ്ങളുടെ എല്ലാ കസിൻസിൻ്റെയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്കണേ. ഇതാണ്
പിതാശ്രീയും മാതാശ്രീയും. ഇതെൻ്റെ ഹബ്ബി. അങ്ങനെ നോക്കിയിരുന്ന് എൻ്റെ ബ്രദേഴ്സിനെയും ഹബ്ബിനെയും ഒരു ഫ്രെയിമിൽ കിട്ടി. ഇവർ ഒരാളെ എടുക്കാൻ നോക്കുമ്പോൾ ഒരാൾ വേറെ സ്ഥലത്ത്, അങ്ങനെയായിരുന്നു. ലാസ്റ്റ് എനിക്ക് 3 പേരെയും കൂടെ ഒരു ഫ്രെയിമിൽ കിട്ടി. ഗുണ്ട ബ്രൂസ്, അവൻ പോത്തുകാരി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ്ങിൽ സർപ്രൈസായിട്ട് എൽദോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടില്ല, ഇത്രയും ആൾക്കാരുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. ഇനി കൊട്ടിക്കലാശത്തിലേക്ക്. ഈവനിങ് റിസപ്ഷൻ, അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് ഫുഡും കഴിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കി. അപ്പം നമുക്ക് ഫുഡൊന്ന് കണ്ടിട്ട് വന്നാലോ? എൻ്റെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.